ഓക്കെ, വെൽക്കം ടു മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2 ട്രാൻസ്മിഷൻ സിസ്റ്റമാണ് പറയുന്നത്. ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻജിൻ എന്ന പവർ സോഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിലിപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ എൻജിനകത്തുള്ള പവർ നമുക്ക് വീലിലേക്ക് അല്ലെങ്കിൽ ടയറിലേക്ക് എത്തിച്ചാലേ വണ്ടീനെ മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പവർ ഇനി ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന ഭാഗങ്ങൾ, അതാണ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ബേസിക് കമ്പോണൻസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻജിന്, അത് കഴിഞ്ഞിട്ട് ഫ്ലൈ വീൽ അറ്റാച്ച്ഡ് വിത്ത് ക്ലച്ച്, അത് കഴിഞ്ഞിട്ട് ഗിയർ ബോക്സ്, അത് കഴിഞ്ഞ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, അത് കഴിഞ്ഞ് ഡിഫറൻഷ്യൽ, റിയർ ആക്സിൽ, വീല്, ടയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ബുക്കിനകത്തുണ്ട് അതിൻ്റെ ഫിഗറുകളൊക്കെ. അപ്പോൾ ട്രാൻസ്മിഷൻ സിസ്റ്റം പരീക്ഷയ്ക്ക് പലവട്ടം ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. ആ ട്രാൻസ്മിഷൻ സിസ്റ്റം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കേണ്ടതാണ്. ഓക്കെ, നമ്മൾ ആ ട്രാൻസ്മിഷൻ സിസ്റ്റം ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല മൊത്തത്തിലുള്ളത്. ഇനി അതിനകത്തുള്ള ഓരോ കമ്പോണൻ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലച്ചാണ്. ഓക്കെ, ക്ലച്ച് ഡെഫിനിഷൻ വൈസ് ക്ലച്ചിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു റൊട്ടേറ്റിംഗ് ഇൻപുട്ട് ഷാഫ്റ്റിനെയും ഔട്ട്പുട്ട് ഷാഫ്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതും ഡിസ്കണക്ട് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസാണ് ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യുന്നു, ഡിസ്കണക്ട് ചെയ്യുന്നു. ഇതാണ് ക്ലച്ചിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഓട്ടോമൊബൈലിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എൻഡാണ് ഒരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തത് ക്ലച്ചിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ക്ലച്ച് ഷാഫ്റ്റാണ് രണ്ടാമത്തെ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിനകത്തുനിന്ന് ക്ലച്ച് ഷാഫ്റ്റിലേക്ക് പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ഡിസ്കണക്ട് ചെയ്യുന്നതും എൻഗേജ് ചെയ്യുന്നതുമായിട്ടുള്ള വർക്കിംഗ് ഫങ്ഷൻ ചെയ്യുന്ന ഓട്ടോമൊബൈലിലെ ഡിവൈസാണ് ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലച്ചിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്നുള്ള ഒരു ടോപ്പിക് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓക്കെ, റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് ട്രാൻസ്മിഷൻ ഒരു റിക്വയർമെൻ്റ് ആണ്. അതായത് നമുക്കറിയാം, ഒരു ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ മറ്റേ ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ ടോർക്കും ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗ്രാജുവലായിട്ടുള്ള എൻഗേജ്മെൻറ്റ്. അപ്പം ക്ലച്ച് എൻഗേജ് ചെയ്യുകയും എൻഗേജ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഒരു എൻജിൻ നിന്ന് വരുന്ന ഭാഗം, എൻജിൻ നിന്ന് വരുന്ന ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പവർ ഉള്ളതാണ്, അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാഫ്റ്റ് പവറില്ലാത്തൊരു ഷാഫ്റ്റുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു എൻഗേജ്മെൻറ്റ് കാരണമുള്ളൊരു തള്ളൽ അല്ലെങ്കിൽ ഒരു പിടുത്തം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഗ്രാജുവലായിട്ടുള്ള എൻഗേജ്മെൻറ്റ് നടക്കണം, അത് ക്ലച്ചിൻ്റെ ആവശ്യകതയാണ്. പിന്നെ ഹീറ്റ് ഡിസിപ്പേഷൻ. അപ്പോൾ നമുക്കറിയാം, ഈ ക്ലച്ചുകൾ ഭൂരിഭാഗവും ഫ്രിക്ഷൻ ക്ലച്ചുകളും നോൺ ഫ്രിക്ഷൻ ക്ലച്ചുകളും ഉണ്ട്. പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ക്ലച്ചുകളൊക്കെ ഫ്രിക്ഷൻ ക്ലച്ചുകളാണ്. അതായത് രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഇങ്ങനെ ജോയിൻറ്റിൽ വന്നിട്ട് അതിൻ്റെ ഫ്രിക്ഷൻ കൊണ്ടാണ് ഒന്നിന്ന് മറ്റേലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഫ്രിക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്യാനുള്ള മെക്കാനിസങ്ങളൊക്കെ ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണം. പിന്നെ ഡൈനാമിക് ബാലൻസിങ് ഉണ്ടായിരിക്കണം. വൈബ്രേഷൻ ഡാമ്പിങ്, അതുപോലെ ഉണ്ടാകുന്ന വൈബ്രേഷനൊക്കെ ഡാമ്പ് ചെയ്യാനുള്ള സിസ്റ്റങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ സൈസ് എന്ന് പറയുന്നത് മാക്സിമം ചെറിയ സൈസിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റണം. പിന്നെ ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേറ്റിംഗ് പാർട്സിനെ ഏറ്റവും മിനിമം ഇനേർഷ്യയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലച്ചിന് സാധിക്കണം. ഇത്രയാണ് റിക്വയർമെൻറ്റ്സ് ഓഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് ക്ലച്ചാണ്. ടൈപ്സ് ഓഫ് ക്ലച്ചിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രിക്ഷൻ ക്ലച്ചുകളുണ്ട്. ഫ്രിക്ഷൻ ക്ലച്ച് അല്ലാതെ വരുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഫ്ലൈ വീലാണ്. ഫ്ലൂയിഡ് ഫ്ലൈ വീൽ. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഫ്രിക്ഷൻ ക്ലച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രിക്ഷൻ ക്ലച്ച് ഫ്രിക്ഷൻ വഴി ആണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ ക്ലച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷൻ ക്ലച്ചിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്, മൾട്ടി പ്ലേറ്റ് ക്ലച്ച്, ഡയഫ്രം ക്ലച്ച്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ക്ലച്ചുകളാണ്. സെൻട്രിഫ്യൂഗൽ ക്ലച്ച്, ഇങ്ങനെയുള്ള കുറച്ച് ക്ലച്ചുകളാണ് ഫ്രിക്ഷൻ ക്ലച്ചുകളിൽ വരുന്നത്. അപ്പോൾ ഒരു ക്ലച്ചിൻ്റെ ബേസിക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഫിഗറാണ് ഇത് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട്. അപ്പോൾ ഈ ചിത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ചിത്രം തന്നെ കൃത്യമായിട്ട് വരച്ച് പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻജിനാണ്. ഓക്കെ, എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിനകത്തു നിന്നുള്ള റൊട്ടേഷനാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഫ്ലൈ വീലാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഫ്ലൈ വീലാണ്. ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലാർജ് വെയിറ്റുള്ള ഒരു വീലാണ് നമുക്ക് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്ലൈ വീൽ എന്തിനാന്ന്? ഫ്ലൈ വീല്, അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എൻഡിൽ ഇത്രയും വെയിറ്റുള്ള ഒരു വീല് കൊടുക്കുന്ന സമയത്ത് ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ആ വീലും കൂടെ കറങ്ങുന്നു. ആ വീലിന് ഹൈ
വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ അത് കറങ്ങുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു മൊമെൻറ്റം അത് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ എൻജിൻ്റെ ഉള്ളിൽ പവർ സ്ട്രോക്കിൽ ആണ് ഏറ്റവും കൂടുതൽ പവർ ഉണ്ടാകുന്നത്. ബാക്കിയുള്ള സ്ട്രോക്കിലേക്ക് പവർ ജനറേറ്റ് ചെയ്യാൻ എൻജിന് പറ്റുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഫ്ലൈ വീല് പോലുള്ളൊരു സാധനത്തിൻ്റെ ആ ഒരു മൊമെൻറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പവർ സ്ട്രോക്ക് കഴിഞ്ഞിട്ടുള്ള ബാക്കി 3 സ്ട്രോക്കിലും എൻജിൻ്റെ സ്പീഡിനകത്ത് ഭയങ്കരമായിട്ടുള്ള വേരിയേഷൻ വരും. അപ്പം നമുക്ക് യാത്രക്കാർക്ക്, അതായത് ആ വാഹനത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഓരോ സ്ട്രോക്കും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ പറ്റും. ആ ഒരു 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 ഫ്ലക്ച്വേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്ടാണ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഫ്ലൈ വീലിൽ ആദ്യമേ എന്ത് ചെയ്യുന്നു? ആ വളരെ വെയിറ്റുള്ള വീല് കറങ്ങുന്ന സമയത്ത് ഒരു മൊമെൻറ്റം ജനറേറ്റ് ചെയ്യുന്നു. ആ മൊമെൻറ്റം കാരണം പവർ സ്ട്രോക്ക് അല്ലാത്ത സ്ട്രോക്കുകളിലൊക്കെ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിന് യാതൊരു ഫ്ലക്ച്വേഷനും ഇല്ലാതെ പിസ്റ്റൺ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലൈ വീലിൻ്റെ അതിൻ്റെ മൊമെൻറ്റം തിരിച്ചങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് സഹായിക്കുന്നു. അപ്പോൾ അതാണ് ഫ്ലൈ വീല്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അത് ക്ലച്ചിൻ്റെ ഒരു ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നൊരു സാധനമാണ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലൈ വീല് കറങ്ങുന്നു. നമുക്ക് ക്ലച്ചിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ക്രാങ്ക്ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ ഫ്ലൈ വീലിലെത്തി നിൽക്കുകയാണ്. ഫ്ലൈ വീലിൻ്റെ റൊട്ടേഷൻ നമുക്ക് ഇവിടെ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഇതാണ് ഗിയർ ബോക്സിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റ് അല്ലെങ്കിൽ ക്ലച്ച് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ക്രാങ്ക്ഷാഫ്റ്റ് ഇവിടെ വരുന്നു, ക്ലച്ച് ഷാഫ്റ്റ് ഇവിടെ വരുന്നു. ഇവിടെ നിന്ന് ഇവിടേക്ക് ക്രാങ്ക്ഷാഫ്റ്റിൽ നിന്ന് ക്ലച്ച് ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് ആവശ്യമുള്ളപ്പോൾ കണക്ട് ചെയ്യും വേണം, ആവശ്യമുള്ളപ്പോൾ ഡിസ്കണക്ട് ചെയ്യും വേണം. അപ്പോൾ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിൽ റൊട്ടേഷൻ ഫ്ലൈ വീലിലെത്തിച്ചു. ഫ്ലൈ വീലിനകത്തുനിന്ന് നമുക്ക് ഈ റൊട്ടേഷൻ നമുക്ക് ഇവിടേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനാകുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ഈ ക്ലച്ച് ഷാഫ്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഞ്ഞ കളറിലുള്ള ഈ ഒരു പ്ലേറ്റിനെ കാണാം. ഇതാണ് നമ്മുടെ പ്രഷർ പ്ലേറ്റ്. ഓക്കെ, ഈ പ്രഷർ പ്ലേറ്റ് കാണാം. ഈ പ്രഷർ പ്ലേറ്റ് കഴിഞ്ഞിട്ട് ഒരു ക്ലച്ച് പ്ലേറ്റ് കാണാം. ഓക്കെ, ക്ലച്ച് പ്ലേറ്റ് ഉണ്ട്. ഈ ക്ലച്ച് പ്ലേറ്റ് ഈ ക്ലച്ച് ഷാഫ്റ്റുമായിട്ട് റിജിഡ്ലി ഫിക്സഡ് ആണ്. ഓക്കെ, ക്ലച്ച് പ്ലേറ്റ് ക്ലച്ച് ഷാഫ്റ്റുമായിട്ട് എന്താണ്? റിജിഡ്ലി ഫിക്സ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ക്ലച്ച് പ്ലേറ്റ് കറങ്ങിയാൽ ക്ലച്ച് ഷാഫ്റ്റ് കറങ്ങും. ഓക്കെ, ക്ലച്ച് പ്ലേറ്റ് ഫ്രീ ആയാൽ, ക്ലച്ച് പ്ലേറ്റ് കറങ്ങിയിട്ടില്ലെങ്കിൽ ക്ലച്ച് ഷാഫ്റ്റിന് കറങ്ങാൻ പറ്റില്ല. ഗിയർ ബോക്സിലേക്ക് ട്രാൻസ്മിഷൻ അങ്ങോട്ടേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്ത് പോവില്ല. അപ്പോൾ ക്ലച്ച് പ്ലേറ്റ് കറങ്ങണം. ഫ്ലൈ വീൽ കറങ്ങുന്നുണ്ട്, ക്ലച്ച് പ്ലേറ്റ് കറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ക്ലച്ചിൻ്റെ കണക്റ്റഡ് ആണോ ഡിസ്കണക്റ്റഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലച്ച് പ്ലേറ്റ് നോർമൽ ക്ലച്ചിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിതിൽ കാണിക്കാത്തൊരു ഭാഗം, ഇതിൻ്റെ പുറത്തു കൂടെ ഇങ്ങനെ ഒരു ക്ലച്ച് കവർ ഉണ്ടാവും. ഓക്കെ, ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലച്ച് കവർ. അപ്പോൾ നമ്മൾ ഫ്ലൈ വീൽ കറങ്ങുന്ന സമയത്ത് ഈ ക്ലച്ച് കവറും അതിൻ്റെ കൂട്ടത്തിൽ കറങ്ങുകയാണ്. ക്ലച്ച് കവർ അതിൻ്റെ കൂട്ടത്തിൽ കറങ്ങുന്നുണ്ട്. ക്ലച്ച് കവർ ഉൾപ്പെടുന്ന ഭാഗം, അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഈ പ്രഷർ പ്ലേറ്റ് ഉൾപ്പെടുന്ന ഈ ഭാഗം എന്ന് പറഞ്ഞത് ക്ലച്ച് പ്ലേറ്റിൻ്റെ ആയിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ ഒരു ത്രസ്റ്റ് സ്പ്രിങ് ഉണ്ട്. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഒരു ത്രസ്റ്റ് സ്പ്രിങ് ഉണ്ട്. ഈ സ്പ്രിങ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഈ സ്പ്രിങ് പ്രഷർ പ്ലേറ്റിനെ ഇങ്ങോട്ടേക്ക് ഫോഴ്സ് ചെയ്യുന്നു. ഏത്? ലെഫ്റ്റ് സൈഡിലേക്ക് ഫോഴ്സ് ചെയ്യുന്നു. പ്രഷർ പ്ലേറ്റിനെ ഫോഴ്സ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലച്ച് സ്പ്രിങ് ഈ പ്രഷർ പ്ലേറ്റിനെ ഫോഴ്സ് ചെയ്തിട്ട്, പ്രഷർ പ്ലേറ്റ് ക്ലച്ച് പ്ലേറ്റിനെ ഫോഴ്സ് ചെയ്തിട്ട് ഫ്ലൈ വീലിനോട് ചേർത്ത് പിടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രഷർ പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനങ്ങളുടെ ഇടയിലേക്ക് ജാമായി പോകുന്നു നമ്മുടെ ക്ലച്ച് പ്ലേറ്റ്. ഏത് കാരണം? ത്രസ്റ്റ് സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് കാരണം. അപ്പോൾ അങ്ങനെ ജാമാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ക്ലച്ച് പ്ലേറ്റ് ഫ്രിക്ഷൻ കാരണം, ക്ലച്ച് പ്ലേറ്റിൻ്റെ സൈഡിൽ കൂടെ ക്ലച്ച് പാഡുകൾ ഉണ്ടാവും. ഓക്കെ, ക്ലച്ചിൻ്റെ ലൈനിങ്ങുകൾ ഉണ്ടാവും. നമ്മളത് തേയ്മാനം വരുന്ന മാറ്റുന്നൊക്കെ ഈ ക്ലച്ചിൻ്റെ ലൈനിങ് ആണ്, ക്ലച്ചിൻ്റെ പാഡുകൾ. ഓക്കെ, അപ്പോൾ ആ ക്ലച്ചിൻ്റെ പാഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രിക്ഷൻ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആ ക്ലച്ചിൻ്റെ പാഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രിക്ഷൻ വഴി ഇത് ഇവിടെ ജാമാവുന്ന സമയത്ത് നമ്മുടെ ഫ്ലൈ വീലിൻ്റെ കൂടെ ആരും കൂടെ കറങ്ങും? ക്ലച്ച് പ്ലേറ്റും കൂടെ കറങ്ങും. ക്ലച്ച് പ്ലേറ്റ് കറങ്ങി കഴിഞ്ഞാൽ ആര് കറങ്ങും? നമ്മുടെ ക്ലച്ച് ഷാഫ്റ്റ് കറങ്ങും. ഓക്കെ, ക്ലച്ച് ഷാഫ്റ്റ് കറങ്ങി കഴിഞ്ഞാൽ നേരെ ഗിയർ ബോക്സിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യായി. ഇനി ഗിയർ ബോക്സിൽ ഗിയർ മാറ്റുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലച്ചിനെ ഡിസെൻഗേജ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗിയർ ബോക്സിലേക്ക് ഗിയറിനെ പ്രോപ്പറായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഗിയർ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ നമ്മൾ ഇല്ലാതെയാക്കണം. ഗിയർ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ ഇല്ലാതെയാക്കണം എന്നുണ്ടെങ്കിൽ ക്ലച്ച് പ്ലേറ്റിൻ്റെ റൊട്ടേഷൻ ഇല്ലാതാവണം. ക്ലച്ച് പ്ലേറ്റിൻ്റെ റൊട്ടേഷൻ ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ പ്രഷർ പ്ലേറ്റ് ഈ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് മാറ്റണം.
ഈ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ ക്ലച്ച് പ്ലേറ്റ് ഇതിൻ്റെ ഇടയിൽ ജാം ആയതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രഷർ പ്ലേറ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ ക്ലച്ചിൻ്റെ പെഡൽ ചവിട്ടുന്ന സമയത്ത് ഈ പ്രഷർ പ്ലേറ്റിനെ പിന്നോട്ടേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ലിവർ, അവിടെ നമുക്ക് ലിവർ കാണാം, ലിവർ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് പിന്നോട്ടേക്ക് വലിക്കുന്നു. അപ്പോൾ പ്രഷർ പ്ലേറ്റിനെ ബാക്കോട്ടേക്ക് വലിച്ചു പിടിക്കുന്ന സമയത്ത് ക്ലച്ച് പ്ലേറ്റ് ഇവിടെ ഫ്രീ ആയി മാറുന്നു. ക്ലച്ച് പ്ലേറ്റ് ഫ്രീ ആകുന്ന സമയത്ത് നമുക്ക് ഫ്ലൈ വീലിലെ റൊട്ടേഷൻ ക്ലച്ച് പ്ലേറ്റ് വഴി ഗിയർ ബോക്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡിസെൻഗേജ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എൻഗേജ് ഡിസെൻഗേജ് നടത്താൻ വേണ്ടിയിട്ടാണ് ക്ലച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലച്ച് പ്ലേറ്റ് ഒരൊറ്റ ക്ലച്ച് പ്ലേറ്റ് ആണ് കാണുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ അതിന് പകരം ഇവിടെ നോക്കാം മൾട്ടി പ്ലേറ്റ് ക്ലച്ച്, അഥവാ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പ്രഷർ പ്ലേറ്റ് ഉണ്ട്, സ്പ്രിങ് ഉണ്ട്. ഓക്കെ, ഇതാണ് സ്പ്രിങ് ഉണ്ട്, ഇത് ക്ലച്ചിൻ്റെ കവറാണ്. ഓക്കെ, ഇത് ക്ലച്ചിൻ്റെ കവറാണ്, ഇത് നമ്മളെ ഫ്ലൈ വീലാണ്. ഫ്ലൈ വീല് നമുക്കിവിടെ കാണാം, എൻജിൻ്റെ ഷാഫ്റ്റ് അല്ലെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എൻഡ് നമുക്കിവിടെ കാണാം, ഗിയർ ഷാഫ്റ്റിൻ്റെ എൻഡ് നമുക്കിവിടെ കാണാം. ഓക്കെ, ഇവിടെ പിന്നെ ഉള്ളത് ഒന്നിലധികം ഉള്ള ക്ലച്ച് പ്ലേറ്റുകളാണ്. ഇത് ഒന്നാമത്തെ ക്ലച്ച് പ്ലേറ്റ്, ഇത് രണ്ടാമത്തെ ക്ലച്ച് പ്ലേറ്റ്, ഇത് മൂന്നാമത്തെ ക്ലച്ച് പ്ലേറ്റ്. ഇവിടെ 3 ക്ലച്ച് പ്ലേറ്റുകൾ കാണാം, പക്ഷേ പ്രഷർ പ്ലേറ്റ് ഒന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ സെപ്പറേറ്റർ പ്ലേറ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ സെപ്പറേറ്റർ പ്ലേറ്റുകളും വെച്ചിട്ട് വയ്ക്കുന്നു. അപ്പോൾ കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട, ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട അവസരങ്ങളിലൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ക്ലച്ച് പ്ലേറ്റുകൾ വെച്ചിട്ട് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ടോർക്ക് ട്രാൻസ്മിഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മൾട്ടി പ്ലേറ്റ് ക്ലച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ അതേപോലെ തന്നെയാണ്. മാറ്റമുള്ളത് എന്താണ്, ആകെപ്പാടെ ക്ലച്ച് പ്ലേറ്റിൻ്റെ എണ്ണം കൂടുന്നു, അതിൻ്റെ ഇടയിൽ സെപ്പറേറ്റർ പ്ലേറ്റുകൾ വെച്ച് കൊടുക്കുക. ബാക്കി വർക്കിംഗ് ഒക്കെ നേരത്തെ പോലെ സിമിലർ ആയിട്ട് തന്നെ നടക്കും. ഇതും ഫ്രിക്ഷൻ ക്ലച്ചിൽ വരുന്നതാണ് എന്ത്, മൾട്ടി പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള ഫിഗർ ഇതാണ്. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സിമ്പിൾ ഫിഗർ ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട്, അത് വരച്ച് പഠിച്ചാലും മതിയാവും. ഓക്കെ, അപ്പോൾ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്, മൾട്ടി പ്ലേറ്റ് ക്ലച്ചും കഴിഞ്ഞാൽ പിന്നെ ഒരു ഡയഫ്രം ക്ലച്ചാണ് വരുന്നത്. ഡയഫ്രം ക്ലച്ചിൻ്റെ 2 പൊസിഷനുകൾ ഇവിടെ ചിത്രത്തിൽ കാണാവുന്നതാണ്. അപ്പോൾ ഡയഫ്രം ക്ലച്ചിൽ ആകപ്പാടെ നമ്മുടെ പ്രഷർ പ്ലേറ്റും ക്ലച്ച് പ്ലേറ്റും ഫ്ലൈ വീലൊക്കെ അതുപോലെ തന്നെ ഉണ്ട്, ക്ലച്ച് കവറും ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. ആകപ്പാടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ ലിവർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ത്രസ്റ്റ് സ്പ്രിങ് ആണ് ഉപയോഗിച്ചതെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഡയഫ്രം സ്പ്രിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡയഫ്രം ആണ് നമ്മൾ ഈ കാണുന്നത്, ഡയഫ്രം സ്പ്രിങ് ആണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നോർമൽ പൊസിഷനിൽ ഈ ഡയഫ്രം സ്പ്രിങ് പ്രഷർ പ്ലേറ്റിനെ തള്ളി പിടിച്ചിട്ട് നമ്മൾ ക്ലച്ച് പ്ലേറ്റിനെ കറക്കുന്നു, അതുവഴി ക്ലച്ച് ഷാഫ്റ്റിനെ കറക്കുന്നു, ഗിയർ ബോക്സിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതാ ഈ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വരിക. രണ്ടാമത്തെ ചിത്രത്തിൽ ക്ലച്ച് ലിവർ നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗം അല്ലെങ്കിൽ ഈ ത്രൂ ഔട്ട് ബിയറിങ്ങിൻ്റെ ഈ ഭാഗം ഉള്ളിലേക്ക് മൂവ് ചെയ്യുന്നു. ഉള്ളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മളെ ഡയഫ്രം സ്പ്രിങ്ങിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യുന്നു. സെൻറ്റർ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ടർ ഭാഗം പുറത്തേക്ക് തള്ളി വരും. ഇതാണ് ഈ ഒരു ഡയഫ്രം സ്പ്രിങ്ങിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എന്ത് ചെയ്യുന്നു, ഈ സെൻറ്റർ അകത്തേക്ക് വരുന്നു, പുറം ഭാഗം പുറത്തേക്ക് തള്ളി വരുന്നു. പുറത്തേക്ക് തള്ളി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ പ്രഷർ പ്ലേറ്റ് ആണ് ഈ മഞ്ഞ കളറിൽ കാണുന്നത്. പ്രഷർ പ്ലേറ്റ് ഇതിൻ്റെ എൻഡിൻ്റെ കൂടെ തന്നെ ബാക്കോട്ടേക്ക് വരുന്നു. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ക്ലച്ച് പ്ലേറ്റിനെ ഫ്രീ ആക്കി വയ്ക്കാൻ പറ്റുന്നു, അതിനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ക്ലച്ചിൻ്റെ ഡിസെൻഗേജ് എന്ന് പറയുന്ന പരിപാടി നടക്കുന്നു. അപ്പം നമ്മൾ എന്താണോ ക്ലച്ചിൽ പഠിച്ചത് അത് തന്നെയാണ് ബേസിക് വർക്കിംഗ് എല്ലായിടത്തും സെയിം തന്നെയാണ്. നമ്മളിവിടെ എന്ത് മാത്രം മാറ്റമേ ഉള്ളൂ, ഒരു ഡയഫ്രം സ്പ്രിങ് വെച്ചിട്ട് ആണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ ഡയഫ്രം ക്ലച്ചിനകത്ത് ഉള്ളത്. ഓക്കെ, പിന്നെ ഉള്ളത് സെൻട്രിഫ്യൂഗൽ ക്ലച്ചാണ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വഴി ആണ് എൻഗേജ് ഡിസെൻഗേജിങ് ഒക്കെ നടത്തുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറയുന്നത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ റൊട്ടേറ്റിംഗ് ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് ഒരു കയറിൻ്റെ അറ്റത്ത് കല്ല് കെട്ടിയിട്ട് നമ്മളിങ്ങനെ കറക്കുന്ന സമയത്ത് സെൻറ്ററിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും. നമ്മളിങ്ങനെ അതിനെ പുറത്തേക്ക് പോകാതെ വലിച്ചു പിടിക്കുന്നത്, അത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണെങ്കിൽ നമ്മളിത് കയ്യിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ കല്ല് പുറത്തേക്ക് തെറിച്ച് പോകാൻ കാരണമായിട്ടുള്ള ആ ഒരു ഫോഴ്സ്, അതിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ.
അതായത് നമ്മളിങ്ങനെ കൂടുതൽ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കല്ലിന് കൂടുതൽ ദൂരേക്ക് തെറിച്ച് പോകാനുള്ള ഒരു പവർ അതിന് കിട്ടുന്നുണ്ട്. ആ ഒരു ഫോഴ്സ് അത് പുറത്തേക്ക് തെറിച്ച് പോകും. ആ ഫോഴ്സിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. സ്പീഡ് കുറയുന്നതിനനുസരിച്ച് അകത്തേക്ക് വരുന്നു. അതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ക്ലച്ച് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഈ ഒരു ചിത്രം യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് ഷാഫ്റ്റ് അല്ലെങ്കിൽ എൻജിനകത്തുനിന്ന് വരുന്ന ഡ്രൈവ് എന്ന് പറഞ്ഞാൽ. ഇത് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്. ഈ സ്പ്രിങ്ങിൻ്റെ അറ്റത്തായിട്ട് നമ്മുടെ എന്തുണ്ട്, ഒരു ഷൂ ഉണ്ട്. ഈ ഷൂവിൻ്റെ അറ്റത്ത് ഫ്രിക്ഷൻ ലൈനിങ്ങും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് രണ്ടെണ്ണമല്ല, ഇതിൻ്റെ സൈഡ് വ്യൂ നോക്കിയാൽ കാണാം. ഇവിടെ 1 2 3 4 സെറ്റപ്പ് ഉണ്ട് ഇതുപോലെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എൻജിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. റൊട്ടേറ്റ് ചെയ്തിട്ട് എൻജിൻ ഇങ്ങനെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, സ്പീഡ് കൂടുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷനെ അതിജീവിച്ചുകൊണ്ട് സ്പ്രിങ് ഇതിനെ അകത്തേക്ക് പിടിച്ച് വലിക്കുകയാണ് ചെയ്യുക എപ്പോഴും. പക്ഷേ ഈ സ്പീഡ് കൂടുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവുകയും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പുറത്തേക്ക് ആക്ട് ചെയ്യുകയും ചെയ്യും. അത് സ്പ്രിങ്ങിൻ്റെ കംപ്രഷനേക്കാളും കൂടുതലാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇത് പുറത്തേക്ക് മൂവ് ചെയ്യും. ഏത് നമ്മുടെ ഈ ഷൂ വിത്ത് ഫ്രിക്ഷൻ ലൈനിങ് പുറത്തേക്ക് മൂവ് ചെയ്തിട്ട് അത് പുറത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നു, ഇത് നേരെ ഒരു മാക്സിമം സ്പീഡ് എത്തുന്ന സമയത്ത് അത് നമ്മുടെ ഔട്ടർ സർഫസിൽ പോയിട്ട് പ്രസ്സായിട്ട് നിൽക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു, അത് നമ്മുടെ ഈ ഒരു ഡ്രമ്മിനെ റൊട്ടേറ്റ് ചെയ്യിക്കും. അപ്പം ഈ ഷാഫ്റ്റ്, നമ്മുടെ ഡ്രൈവിംഗ് ഷാഫ്റ്റിലെ റൊട്ടേഷൻ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വഴി നമ്മുടെ ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ റൊട്ടേഷൻ ഇങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, സ്ലോവർ സ്പീഡിൽ ഈ പവർ ട്രാൻസ്മിഷൻ നടക്കില്ല. ഒരു സ്പീഡ് ആയിക്കഴിഞ്ഞാൽ ഗ്രാജുവലി അതിങ്ങനെ പോയിട്ട് എൻഗേജ് ചെയ്യുകയും സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സ്പീഡിൽ കറങ്ങുകയും ചെയ്യുന്ന രീതിയിലായിരിക്കും സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ ഫിഗറുകൾ ഈ ഒരു ഫിഗറുണ്ട്, ഈ ഒരു ഫിഗറുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന ഫിഗറുകൾ ഏതാണെന്ന് വെച്ചാൽ നോക്കി വരച്ച് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക. പാർട്സുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ ഫ്രിക്ഷൻ ക്ലച്ചുകൾ അതോടുകൂടെ കഴിയാണ്. അടുത്തതായിട്ട് നമുക്ക് നോൺ ഫ്രിക്ഷൻ ക്ലച്ച് അഥവാ ഫ്ലൂയിഡ് കപ്ലിംഗ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലൈ വീൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ക്ലച്ച് സിസ്റ്റമാണ് എന്ത്, ഫ്ലൂയിഡ് കപ്ലിംഗ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. അപ്പം ഇതിനോട് സമാനമായിട്ട് തന്നെ ഗിയർ ബോക്സിൽ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ട്. അതാണ് ടോർക്ക് കൺവേർട്ടർ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് വാഹനങ്ങളിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഗിയർ ബോക്സ് ആണ് എന്ത്, ട്രാൻസ്മിഷൻ സിസ്റ്റമാണ് ടോർക്ക് കൺവേർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചിത്രം, ഈ ഒരു ഫിഗർ നോക്കുക. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ, ഇത് ടോർക്ക് കൺവേർട്ടറിൻ്റെ ഫിഗറാണ്. ഓക്കെ, ഇത് ടോർക്ക് കൺവേർട്ടറാണ്. ടോർക്ക് കൺവേർട്ടർ എന്ന് പറയുന്നത് ഒരു ഗിയർ ബോക്സ് ആണെന്ന് മനസ്സിലാക്കുക. ഈ ടോർക്ക് കൺവേർട്ടറിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ ഫ്ലൂയിഡ് കപ്ലിംഗ് ആയിട്ട് മാറും. ഫ്ലൂയിഡ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലച്ചാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ടോർക്ക് കൺവേർട്ടറും ഫ്ലൂയിഡ് കപ്ലിങ്ങും തമ്മിൽ ചെറിയ മാറ്റമേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ബേസിക് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നോക്കാം. ഇതാണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എൻഡ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫ്ലൈ വീല്. ഈ വയലറ്റ് കളറിൽ കാണുന്നതാണ് ഫ്ലൈ വീല്. ഫ്ലൈ വീലിൻ്റെ പുറത്തുകൂടെ ക്ലച്ചിൻ്റെ കവർ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്ലച്ചിൻ്റെ കവറാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, ക്ലച്ചിൻ്റെ കവറിൽ ഇപ്പോൾ ഇവിടെ ആയിട്ട് രണ്ട് ഫാൻ ടൈപ്പ്, നമ്മളിപ്പോൾ രണ്ട് ഫാനുകൾ, നമ്മൾ വോൾ ഫാനുകൾ രണ്ടിൻ്റെ ലീഫ് അടുപ്പിച്ച് വെക്കുകയെന്ന് വിചാരിക്കുക. എന്നിട്ട് ഒരെണ്ണം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഇതാണ് ഒരു ഫാന്. ഓക്കെ, ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കാറ്റുകൊണ്ട് അപ്പുറത്തെ ഫാന് കറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പം അതാണ് ശരിക്കും ഫ്ലൂയിഡ് ഫ്ലൈ വീല് എന്ന് പറഞ്ഞിട്ട് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക, നമ്മൾ എൻജിൻ്റെ ഫ്ലൈ വീല് റൊട്ടേറ്റ് ചെയ്യുന്നു, ഈ കേസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ഒരു ഫാന് എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ ഫാനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പല്ലർ. റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഫാനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പല്ലർ. ഈ ഇമ്പല്ലറിന് കുറേ വെയിനുകൾ ഉണ്ടാവും. ആ വെയിനുകൾ ഫ്ലൈ വീലിൻ്റെ കൂടെ ക്ലച്ച് കവറിൻ്റെ കൂടെ ആ വെയിനുകൾ അല്ലെങ്കിൽ ആ സാധനം മൊത്തം റോട്ടർ മൊത്തം കറങ്ങുകയാണ്. ഓക്കെ, ആ ഇമ്പല്ലർ മൊത്തം കറങ്ങുകയാണ്. ആ ഇമ്പല്ലർ കറങ്ങുന്ന സമയത്ത് ഇതൊരു കേസിൻ്റെ ഉള്ളിലാണ്. കേസിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് നിറച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇമ്പല്ലർ കറങ്ങുന്ന സമയത്ത് ഈ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് അതിൻ്റെ കൂട്ടത്തിൽ കറങ്ങുന്നു. ഒരു ചുഴി പോലെ ഇതിനിങ്ങനെ കറക്കിയെടുക്കുന്നു. എന്നിട്ട്
ഇവിടുന്ന് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് ഇതിൻ്റെ റൊട്ടേഷൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ഇപ്പുറത്ത് നിൽക്കുന്ന ടർബൈൻ എന്ന് പറയുന്ന ഇപ്പുറത്തുള്ള റോട്ടർ, അതിനകത്തും കുറേ ബ്ലേഡുകളുണ്ട്. അപ്പം ഈ ചുഴി പോലെ ഈ റൊട്ടേഷൻ ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ ടർബൈനെ കറക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നിട്ട് ഇത് ഇങ്ങോട്ടേക്ക് കറക്കി കഴിഞ്ഞാൽ ഈ സാധനം ഈ സെൻട്രൽ കൂടെ എന്ത് ചെയ്യുന്നു, തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നു. അതായത് ഫ്ലൂയിഡ് മേലെ കൂടെ ഔട്ടറിൽ കൂടെ അകത്തേക്ക് വന്നിട്ട് സെൻട്രൽ കൂടെ വീണ്ടും ഇമ്പല്ലർ സൈഡിലേക്ക് വരുന്നു. ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇമ്പല്ലറിലുള്ള പവർ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ നേരെ ടർബൈനിലേക്ക് എത്തിക്കാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഫ്ലൂയിഡ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ നടുവിലൊരു സാധനം കാണാം, സ്റ്റാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് ഫ്ലൈ വീലിൻ്റെ നടുവിൽ സ്റ്റാറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് ഫ്ലൈ വീൽ എന്ന് പറയുന്ന ക്ലച്ച് എന്തായിട്ട് മാറി, ടോർക്ക് കൺവേർട്ടർ എന്ന് പറയുന്ന ഗിയർ ബോക്സ് ആയിട്ട് മാറും. അതായത് ഫ്ലൂയിഡ് ഫ്ലൈ വീലും ടോർക്ക് കൺവേർട്ടറും തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ നടുവിലുള്ള ഈ സ്റ്റാറ്റർ എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണ്. ഓക്കെ, ഈ സ്റ്റാറ്റർ ഇല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലൈ വീലാണ്, സ്റ്റാറ്റർ ഉണ്ടെങ്കിൽ അത് ടോർക്ക് കൺവേർട്ടറാണ്. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് ഫ്ലൈ വീൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സാധനം തിരിച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇവിടെ വെലോസിറ്റിയൊക്കെ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ട് കുറഞ്ഞ വെലോസിറ്റിയിലാണ് തിരിച്ച് ഈ ഇമ്പല്ലറിലേക്ക് തന്നെ പോവുക. വീണ്ടും അവിടെ നിന്ന് വെലോസിറ്റി കൂടിയിട്ടാണ് തിരിച്ച് ഇതിനെ കറക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു സ്റ്റാർട്ടർ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന സാധനത്തിനൊക്കെ കൂടെ ഒരു ഡയറക്ഷനിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ വെലോസിറ്റി ഇവിടെ ഇൻക്രീസ് ചെയ്യും. ഈ സ്റ്റാർട്ടർ എന്ത് ചെയ്യും, റിട്ടേൺ വരുന്ന ആ ഒരു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട്, അങ്ങനെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിയ വെലോസിറ്റി വീണ്ടും ഇമ്പല്ലറിൽ പോകുമ്പോൾ വീണ്ടും അതിൻ്റെ പവർ കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും, അഥവാ ടോർക്ക് കൂടും. അങ്ങനെ ഈ സ്റ്റാർട്ടർ ഇതിൻ്റെ ഇടയിൽ വെക്കുന്ന സമയത്ത് ടോർക്കിനെ നമുക്കിങ്ങനെ കൂട്ടി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ടോർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്തായിട്ട് യൂസ് ചെയ്യാം, ഗിയർ ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്ന ഗിയർ ബോക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ടോർക്ക് കൺവേർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് പറഞ്ഞു എന്നുള്ളൂ. ഇതിൻ്റെ ചിത്രം ബുക്കിൽ വരയ്ക്കാനുള്ളത് ഇതാണ് ഫ്ലൂയിഡ് ഫ്ലൈ വീലിൻ്റെ ചിത്രം. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രാങ്ക് ഷാഫ്റ്റ് കാണാം. ഇതാണ് നമ്മുടെ ഫ്ലൈ വീല്, ഇത് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ പുറത്തു കൂടെ വരുന്ന ഇതാണ് നമ്മുടെ പമ്പ് വീല് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രൈവിംഗ് മെമ്പർ അല്ലെങ്കിൽ പമ്പ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഈ ലെഫ്റ്റിലുള്ള ഇതാണ് നമ്മുടെ ടർബൈൻ എന്ന് പറയുന്ന സെക്ഷൻ. ഓക്കെ, ടർബൈൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫ്ലൂയിഡിന് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പാസേജ് നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ടർബൈനാണ് നമ്മുടെ ക്ലച്ച് ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടർബൈൻ കറങ്ങുമ്പോഴേ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ക്ലച്ച് ഷാഫ്റ്റ് കറങ്ങുന്നുള്ളൂ. അപ്പോൾ പവർ ക്രാങ്ക് ഷാഫ്റ്റ് വഴി, ഫ്ലൈ വീല് വഴി, ക്ലച്ച് കവർ വഴി നമ്മളെ ഡ്രൈവിംഗ് മെമ്പറായിട്ടുള്ള പമ്പ് വീലിലെത്തുകയും അവിടുന്ന് പമ്പ് വീല് കറങ്ങുകയും അതിനുള്ള ഫ്ലൂയിഡ് സർക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തുള്ള ടർബൈൻ വീലിനെ കറക്കുകയും ടർബൈൻ വീല് ക്ലച്ച് ഷാഫ്റ്റിനെ കറക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ക്ലച്ചായിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നോൺ ഫ്രിക്ഷൻ ക്ലച്ചാണ് ഫ്ലൂയിഡ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഇനി നേരെ ടോർക്ക് കൺവേർട്ടറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നേരത്തെ പോലെ തന്നെ ചിത്രങ്ങളൊക്കെ സെയിം ആണ്. ഫ്ലൈ വീലുണ്ട്, റൈറ്റ് സൈഡിൽ ഇമ്പല്ലർ ഉണ്ട്, ഫ്ലൂയിഡ് റൊട്ടേറ്റ് ചെയ്യാനുള്ള പാസേജ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓക്കെ റൈറ്റ് സൈഡിൽ ഇമ്പല്ലർ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ടർബൈൻ വീലുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫ്ലൂയിഡ് കറങ്ങാനുള്ള സ്ഥലമുണ്ട്. ഇതിന് എക്സ്ട്രാ ആയിട്ട് വരുന്നത് സെൻറ്ററിൽ ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാറ്റർ എന്ന് പറയുന്ന ഒരു സാധനത്തിനും കൂടെ വരച്ച് വെച്ചാൽ മതി. സ്റ്റാറ്റർ എന്ന് പറയുന്നൊരു ഭാഗം നടുവിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഫ്ലൈ വീൽ ടോർക്ക് കൺവേർട്ടറായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അത് ഗിയർ ബോക്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ ഗിയർ ബോക്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതോടുകൂടെ ക്ലച്ചിൻ്റെ കാര്യം കഴിഞ്ഞു. ഒരു ടൈപ്പ് ഓഫ് ഗിയർ ബോക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഗിയർ ബോക്സിലേക്ക് ഇപ്പോൾ വരുന്നേ ഉള്ളൂ. ക്ലച്ച് കഴിഞ്ഞിട്ട് ഗിയർ ബോക്സിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഒന്ന് നോക്കുക. ഗിയർ ബോക്സ് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, ടോർക്കിനെ മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, വണ്ടീൻ്റെ ഡയറക്ഷൻ ഫോർവേഡ് റിവേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അത് തന്നെയാണ് റിവേഴ്സിങ് എന്ന് പറയുന്നത്. ന്യൂട്രൽ പൊസിഷനിൽ ഇട്ടിട്ട് വണ്ടിയുടെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് ഗിയർ
ഫലപ്രദമായിട്ട് യൂസ് ചെയ്ത ഫ്യൂൽ എഫിഷ്യൻസിയിലൊക്കെ നല്ല മാറ്റങ്ങൾ വരുത്താൻ പറ്റും. പെർഫോമൻസ് ഒക്കെ ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വണ്ടീൻ്റെ ഓവറോൾ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനൊക്കെ നമ്മുടെ ഗിയർ ബോക്സ് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഗിയർ ബോക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ഫംഗ്ഷനായിട്ട് പഠിച്ചു വയ്ക്കേണ്ടതാണ്. പിന്നെ ടൈപ്സ് ഓഫ് ഗിയർ ബോക്സിൽ മാനുവൽ ഗിയർ ബോക്സ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, എപ്പിസൈക്ലിക് ഗിയർ ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പുകളുണ്ട്. നമ്മളിപ്പോൾ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. അതിനകത്ത് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ്, കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സ്, സിങ്ക്രോ മെഷ് ഗിയർ ബോക്സ്, ഇങ്ങനെ 3 ടൈപ്പ് ഗിയർ ബോക്സുകളുണ്ട്. ഇതിലാദ്യം തന്നെ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് ആണ്. ഓക്കെ, സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം. നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ ക്ലച്ച് ഷാഫ്റ്റിനകത്തുനിന്ന് വന്നിട്ട് ആദ്യത്തെ ഗിയർ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എപ്പോഴും ഈ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിലും കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സിലും കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ മേലുള്ള ഷാഫ്റ്റിനെ നമ്മൾ മെയിൻ ഷാഫ്റ്റ് എന്നാണ് പറയുന്നത്. മെയിൻ ഷാഫ്റ്റിനകത്തുള്ള ഗിയറുകളെ നമ്മൾ മെയിൻ ഷാഫ്റ്റ് ഗിയേഴ്സ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് താഴെ അതിന് പാരലായിട്ടൊരു ഷാഫ്റ്റ് ഉണ്ട്. ഇതിനെ നമ്മൾ ലേ ഷാഫ്റ്റ് അല്ലെങ്കിൽ കൗണ്ടർ ഷാഫ്റ്റ് എന്നാണ് പറയുന്നത്. ലേ ഷാഫ്റ്റ് അല്ലെങ്കിൽ കൗണ്ടർ ഷാഫ്റ്റ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മേലെയുള്ള ഗിയറുകൾ നമ്മൾ ലേ ഷാഫ്റ്റ് ഗിയർ എന്നാണ് പറയുന്നത്. ലേ ഷാഫ്റ്റ് ഗിയേഴ്സ് എന്നാണ് പറയുന്നത്. മെയിൻ ഷാഫ്റ്റ് ഗിയറുകൾ മെയിൻ ഷാഫ്റ്റിൻ്റെ മുകളിൽ ബെയറിങ് വെച്ചിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ മുകളിൽ കിടന്നിട്ട് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ലേ ഷാഫ്റ്റ് ഗിയറുകൾ മുഴുവൻ ലേ ഷാഫ്റ്റിൻ്റെ മുകളിൽ റിജിഡ്ലി ഫിക്സഡ് ആണ്. ഇതെന്താണ്? റിജിഡ്ലി ഫിക്സഡ് ആണ്. ലേ ഷാഫ്റ്റ് ഏത് സ്പീഡിൽ കറങ്ങുന്നു ലേ ഷാഫ്റ്റ് ഗിയറുകൾക്കൊക്കെ അതേ സ്പീഡിൽ കറങ്ങേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ എപ്പോഴും പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, പവർ ട്രെയിൻ എന്ന് പറയുന്നത് പവർ ക്ലച്ചിൽ നിന്ന് വന്ന പവർ നേരെ ക്ലച്ച് ഷാഫ്റ്റ് വഴി ഗിയറിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റ് വഴി ഫസ്റ്റ് എ എന്ന് പറയുന്ന ഗിയറിലെത്തുന്നു. അവിടുന്ന് നേരെ താഴത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ബിയിലേക്ക്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് 2 ഗിയറുകൾ മെഷ് ചെയ്യുന്ന സമയത്ത് ഇത് ക്ലോക്ക് വൈസ് കറങ്ങുകയാണെങ്കിൽ ഈ ഗിയർ കറങ്ങുക കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഇത് ക്ലോക്ക് വൈസ് കറങ്ങിയാൽ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങും. അപ്പം ഈ സ്മോൾ ഗിയറിൽ നിന്ന് ലാർജ് ഗിയറിലേക്ക് വരുന്ന സമയത്ത് സ്പീഡ് കുറയും. അതായത് സ്മോൾ ഗിയർ കുറേ വട്ടം കറങ്ങിയെങ്കിലേ ലാർജ് ഗിയറിന് ഒരു വട്ടം കറക്കാൻ പറ്റുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും എത്ര നമ്പർ ഓഫ് ടീത്തിൻ്റെ മാറ്റമുണ്ടോ അത്രയും സ്പീഡിലുള്ള ഡ്രോപ്പും ഉണ്ടായിരിക്കും. അപ്പോൾ ബി എന്ന് പറയുന്ന ലേ ഷാഫ്റ്റ് ഗിയർ ഏത് സ്പീഡിൽ കറങ്ങുന്നോ അതേ സ്പീഡിൽ തന്നെ ഈ ഇ, സി, ജി എന്ന് പറയുന്ന എല്ലാ ലേ ഷാഫ്റ്റ് ഗിയറുകളും അതേ സ്പീഡിൽ തന്നെയാണ് കറങ്ങുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഏത് ഗിയറിലേക്കാണ് മാറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മെയിൻ ഷാഫ്റ്റ് ഗിയറുകൾ ആണ് തീരുമാനിക്കുന്നത് വണ്ടി ഏത് ടോർക്കിൽ ഏത് സ്പീഡിൽ കറങ്ങണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ മെയിൻ ഷാഫ്റ്റ് ഗിയറുകൾ ലേ ഷാഫ്റ്റ് ഗിയറിലേക്ക് എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഗിയറിനെ സ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗിയറിനെ സ്ലൈഡ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ മെയിൻ ഷാഫ്റ്റ് ഗിയറിലെ ഏറ്റവും വലിയ ഗിയർ ഇതായിരിക്കും ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത്. റിവേഴ്സ് ഗിയർ ആയിട്ടും ഇതിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ അതിൻ്റെ താഴെയുള്ള ഗിയർ അതാണ് സെക്കൻഡ് ഗിയർ. ഏറ്റവും ചെറിയ ഗിയർ അതാണ് ടോപ്പ് ഗിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൽ ഈ ഡി എന്ന് പറയുന്ന മെയിൻ ഷാഫ്റ്റ് ഗിയറിനെ വലത്തോട്ട് എൻഗേജ് ചെയ്തിട്ട് ഇവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിവേഴ്സ് ഓപ്പറേറ്റ് ആവും. ഇതിനെ ലെഫ്റ്റിലേക്ക് പോയിട്ട് സി ആയിട്ട് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ ഓപ്പറേറ്റ് ആവും. എഫ് എന്ന് പറയുന്ന സെക്കൻഡ് ഗിയറിനെ റൈറ്റിലേക്ക് എൻഗേജ് ചെയ്ത് ഇയുമായിട്ട് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സെക്കൻഡ് ഗിയർ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ എഫിനെ ലെഫ്റ്റിലോട്ട് നീക്കിയിട്ട് നമ്മുടെ ഈ ക്ലച്ച് ഗിയറുമായിട്ട് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഹൈ സ്പീഡ് ഗിയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പം ഫസ്റ്റ് ഗിയർ എന്ന് പറയാൻ കാരണം ഏറ്റവും മാക്സിമം ടോർക്കും മിനിമം സ്പീഡും ഉള്ള ഗിയറാണ് ഫസ്റ്റ് ഗിയർ. അത് ഏറ്റവും വലിയ ഗിയറായിരിക്കും. മെയിൻ ഷാഫ്റ്റ് ഗിയറിലെ ഏറ്റവും വലിയ ഗിയറായിരിക്കും ഫസ്റ്റ് ഗിയർ. അപ്പോൾ ഫസ്റ്റ് ഗിയർ ആവണമെന്നുണ്ടെങ്കിൽ ഇതിനെ ലെഫ്റ്റിലോട്ടാണ് നീക്കേണ്ടത്. സെക്കൻഡ് ഗിയർ ആവണമെന്നുണ്ടെങ്കിൽ എഫിനെ റൈറ്റിലോട്ടാണ് നീക്കേണ്ടത്. തേർഡ് ഗിയർ ആവണമെന്നുണ്ടെങ്കിൽ എഫിനെ ലെഫ്റ്റിലോട്ടാണ് നീക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഗിയറുകളെ സ്ലൈഡ് ചെയ്തിട്ട് ആണ് മെഷ് ചെയ്യിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് എന്നാണ് പറയുന്നത്. പണ്ട് കാലത്തെ വാഹനങ്ങളിലൊക്കെ ആയിരുന്നു സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒക്കെ കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സിൻ്റെയും അഡ്വാൻസ്ഡ് വെർഷനായിട്ടുള്ള സിങ്ക്രോ മെഷ് ഗിയർ ബോക്സുകളാണ് പുതിയ വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി റിവേഴ്സ് വരുന്ന സമയത്ത് റിവേഴ്സ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാം, ഇവിടെ ജി എന്ന് പറയുന്ന ഗിയറിൻ്റെയും ഡി എന്ന് പറയുന്ന ഗിയർ റിവേഴ്സ് ഇടാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഡി എന്നുള്ള ഗിയറിനെ വലത്തോട്ട് നീക്കിയിട്ട് നമുക്ക് ഇവിടേക്ക് എൻഗേജ് ചെയ്യുകയാണ് വേണ്ടത്. ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്കൊരു ഗിയർ കാണാം, ഇതാണ് ഐഡിൽ ഗിയർ എന്ന് പറയുന്നത്. ഐഡിൽ ഗിയർ യൂസ് ചെയ്യുന്നത് ചുമ്മാ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒന്ന് നിന്നിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഈ ലേ ഷാഫ്റ്റ് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്. അപ്പം ഇപ്പോൾ ഒരു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ സിയും കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്. അത് ഡിയുമായിട്ട് എൻഗേജ് ചെയ്യുന്ന സമയത്ത് ഡി ക്ലോക്ക് വൈസിൽ കറങ്ങും. ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ വണ്ടി മുന്നോട്ടേക്ക് പോകും. വണ്ടി പിന്നോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ മെയിൻ ഷാഫ്റ്റ് കൗണ്ടർ ക്ലോക്ക് വൈസിൽ കറങ്ങേണ്ടതുണ്ട്. കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ലേ ഷാഫ്റ്റും കൗണ്ടർ ക്ലോക്ക് വൈസാണ്. മെയിൻ ഷാഫ്റ്റും കൗണ്ടർ ക്ലോക്ക് വൈസ് തന്നെ കറങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗിയർ വെച്ച് കൊടുത്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഐഡിൽ ഗിയറിന് വെച്ച് കൊടുക്കും. അപ്പോൾ ജി എന്ന് പറയുന്ന ലേ ഷാഫ്റ്റ് ഗിയറിനകത്തുനിന്ന് ഐഡിൽ ഗിയറിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത് എന്താകുന്നു, ക്ലോക്ക് വൈസ് ആയിട്ട് മാറുന്നു. വീണ്ടും ഈ ഐഡിൽ ഗിയറിനകത്തുനിന്ന് ഡി എന്ന് പറയുന്ന മെയിൻ ഷാഫ്റ്റ് ഗിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും കൗണ്ടർ ക്ലോക്ക് വൈസ് ആകുന്നു. അങ്ങനെ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഡി കറങ്ങിയാൽ ആ ഡയറക്ഷനിൽ മെയിൻ ഷാഫ്റ്റ് കറങ്ങുകയും വണ്ടി റിവേഴ്സിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് റിവേഴ്സ് ഗിയർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതേപോലെ തന്നെയാണ് നമുക്ക് അടുത്ത കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സും പറയാനുള്ളത്. പക്ഷേ അത് തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ മെയിൻ ഷാഫ്റ്റ് ഗിയറുകളെ സ്ലൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഏത് ഇതിലാണോ കറങ്ങേണ്ടത് അതിലേക്ക് മെഷ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് നോക്കാം. ഓക്കെ, ഇതാണ് കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ കാണാം നിങ്ങൾക്ക്. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് മെഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ മെയിൻ ഷാഫ്റ്റ് കാണാം, അടിയിൽ ലേ ഷാഫ്റ്റ് കാണാം, മെയിൻ ഷാഫ്റ്റ് ഗിയറുകൾ കാണാം, ലേ ഷാഫ്റ്റ് ഗിയറുകൾ കാണാം. ഇതിൽ മെയിൻ ഷാഫ്റ്റ് ഗിയറും ലേ ഷാഫ്റ്റ് ഗിയറും എപ്പോഴും എല്ലാം മെഷ് ചെയ്തിരിക്കുകയാണ്, എപ്പോഴും കോൺസ്റ്റൻ്റ്ലി മെഷ് ചെയ്തിരിക്കുകയാണ്. അതായത് ഗിയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യുന്ന ഒരു പരിപാടി ഈ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിൽ ഉണ്ടാവില്ല. ഗിയറുകളെല്ലാം മെഷ് ചെയ്തിരിക്കുകയാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പവർ ക്ലച്ച് വഴി വരുന്ന പവർ നേരെ ക്ലച്ച് ഷാഫ്റ്റിൽ നിന്ന് ഈ ഫസ്റ്റ് ഗിയറിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് നേരെ താഴേക്ക്, അതായത് ഇവിടെ നിന്ന് ഇവിടെ വന്നിട്ട് നേരെ താഴേക്ക് ലേ ഷാഫ്റ്റ് ഗിയറിലേക്ക് എത്തുന്നു. ആ സ്പീഡിൽ ലേ ഷാഫ്റ്റ് ഗിയർ എല്ലാ ഗിയറുകളും കറങ്ങുന്നു. ഓക്കെ, ഈ ലേ ഷാഫ്റ്റ് ഗിയറുകൾ മെയിൻ ഷാഫ്റ്റ് ഗിയറുമായിട്ട് എല്ലാ സ്ഥലത്തും എൻഗേജ്ഡ് ആണ്. ഈ മെയിൻ ഷാഫ്റ്റ് ഗിയറുകളും എപ്പോഴും കറങ്ങുന്നു. അപ്പോൾ ലേ ഷാഫ്റ്റ് ഗിയർ ലേ ഷാഫ്റ്റിൻ്റെ കൂടെ കറങ്ങുന്നുണ്ടെങ്കിലും മെയിൻ ഷാഫ്റ്റ് ഗിയറിൻ്റെ കൂടെ മെയിൻ ഷാഫ്റ്റ് കറങ്ങുന്നില്ല. കാരണം അത് ഒരു ബെയറിങ്ങിൻ്റെ മുകളിലാണ് അതിൻ്റെ മേലെ കിടന്ന് കറങ്ങുന്നത്. ഈ ബ്ലാക്ക് കളർ നമുക്കിവിടെ ബെയറിങ്ങുകൾ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഗിയറിലാണോ വണ്ടി മൂവ് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഏറ്റവും വലിയ ഗിയർ നമുക്ക് അത് റിവേഴ്സ് ഗിയറാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയുള്ള ഇത് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഗിയറുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഗിയറിലാണോ വണ്ടി മൂവ് ചെയ്യേണ്ടത് ആ ഗിയറും ആ മെയിൻ ഷാഫ്റ്റ് ഗിയറും മെയിൻ ഷാഫ്റ്റ് തമ്മിൽ എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോഗ് ക്ലച്ചാണ് യൂസ് ചെയ്യുന്നത്. ഈ ഡോഗ് ക്ലച്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ഡോഗ് ക്ലച്ചിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്തിട്ട് ഏത് മെയിൻ ഷാഫ്റ്റ് ഗിയറുമായിട്ടാണോ എൻഗേജിൽ വരുത്തുന്നത് ആ മെയിൻ ഷാഫ്റ്റ് ഗിയറിൻ്റെ വേഗതയിൽ ആ മെയിൻ ഷാഫ്റ്റ് കറങ്ങും. ഓക്കെ, അപ്പം നമ്മൾ ഡോഗ് ക്ലച്ചിനെ ഇവിടുന്ന് റൈറ്റിലോട്ട് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സിലേക്ക് വീഴും. ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റിലോട്ട് വീഴും. ഈ ലെഫ്റ്റിലുള്ള ഡോഗ് ക്ലച്ചിനെ റൈറ്റിലോട്ട് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡിലോട്ട് വീഴും. ഇത് ലെഫ്റ്റിലോട്ട് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡിലേക്ക് വീഴും. അപ്പോൾ തേർഡാണ് ഇതിൽ ഏറ്റവും ടോപ്പ് ഗിയറായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതൊരു 3 സ്പീഡ് ഗിയർ ബോക്സാണ്, കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സാണ്. അപ്പോൾ നമുക്ക് 5 സ്പീഡ് ഗിയർ ബോക്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. ഒരു സെറ്റ് മെയിൻ ഷാഫ്റ്റ് ഗിയറും കൂടെ വരേണ്ടി വരും. അപ്പോൾ ചിത്രം കുറച്ചുകൂടി വലുതാവും. അപ്പോൾ നിങ്ങൾ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എത്ര ഗിയർ ഉള്ളത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിൽ ഇത് എപ്പോഴും മെഷായി കിടക്കുന്ന രീതിയിൽ ചിത്രം വരയ്ക്കാനും ഡോഗ് ക്ലച്ച് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഗിയർ ബോക്സിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കാണാം. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ലോങ് ഷാഫ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഒരു എൻഡിൽ യൂണിവേഴ്സൽ ജോയിൻറ്റ്, മറ്റേ എൻഡിലും ഒരു യൂണിവേഴ്സൽ ജോയിൻറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ സെൻട്രലായിട്ട് ഒരു
ഇത് ലെങ്ത് കട്ട് ചെയ്തതാണ്. ഇവിടെയായിട്ട് ഒരു സ്ലൈഡിങ് ജോയിൻറ്റും ഉണ്ടാവും. അപ്പം പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ മേലെ 2 എൻഡിൽ 2 യൂണിവേഴ്സൽ ജോയിൻറ്റ്, അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു സ്ലൈഡിങ് ജോയിൻറ്റ് ഉണ്ടാവും. യൂണിവേഴ്സൽ ജോയിൻറ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആംഗുലാറായിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സൽ ജോയിൻറ്റുകൾ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ഇത് ഈ എൻഡ് ഗിയർ ബോക്സിലാണ് ഫിറ്റ് ചെയ്യുന്നെങ്കിൽ മറ്റേ എൻഡ് നേരെ പോയിട്ട് നമ്മുടെ റിയർ ആക്സിലിലേക്കാണ് ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറൻഷ്യലിലേക്കാണ്. ഡിഫറൻഷ്യൽ നിൽക്കുന്നത് ആക്സിലിൻ്റെ മുകളിലാണ്. ഓക്കെ, അപ്പം ഈ റിയർ ആക്സിലിൻ്റെ മുകളിൽ വീല് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് താഴേക്കും മേലേക്കുള്ള മൂവ്മെൻറ്റുകളൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പം ആ മൂവ്മെൻറ്റുകളെ വിസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ആംഗുലാറായിട്ട് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് വേണം. അതുകൊണ്ടാണ് 2 എൻഡിൽ 2 യൂണിവേഴ്സൽ ജോയിൻറ്റുകൾ നമ്മൾ വയ്ക്കുന്നത്. ഇനി ഇത് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലെങ്ത്തിലുണ്ടാകുന്ന ചേഞ്ചിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലൈഡിങ് ജോയിൻറ്റുകൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ ജോയിൻറ്റ് സ്ലൈഡിങ് ജോയിൻറ്റുമായിട്ടുള്ള പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ചിത്രമാണ്. ചിത്രം വരയ്ക്കാൻ പഠിച്ചു വെക്കുക, പാർട്സുകൾ അടയാളപ്പെടുത്താൻ പഠിച്ചു വെക്കുക. യൂണിവേഴ്സൽ ജോയിൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. യൂണിവേഴ്സൽ ജോയിൻറ്റിൻ്റെ ചിത്രം നമുക്കിവിടെ കാണാം. ഞാൻ നോട്ടിൽ വലിയ ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സൽ ജോയിൻറ്റിൻ്റെ ചിത്രം വരയ്ക്കാൻ പഠിച്ചു വെക്കുക, അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഫൈനൽ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ടേമാണുള്ളത്. അതായത് നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ എൻഡിൽ നമുക്കൊരു ബിവൽ പിനിയൻ ഗിയർ വരുന്നു. ബിവൽ പിനിയൻ ഗിയറിൻ്റെ പവർ നേരെ പോകുന്നത് ഒരു ക്രൗൺ വീൽ അല്ലെങ്കിൽ ഒരു റിംഗ് ഗിയറിലിട്ടാണ്. ഓക്കെ, ഈ ബിവൽ പിനിയൻ അല്ലെങ്കിൽ ക്രൗൺ വീൽ തമ്മിലുള്ള കണക്ഷൻ വഴിയാണ് നമ്മുടെ റൊട്ടേഷൻ, ഈ ഡയറക്ഷനിലുള്ള റൊട്ടേഷൻ ഈ ഡയറക്ഷനിലോട്ട് മാറുന്നത്. അതായത് 90 ഡിഗ്രി റൊട്ടേഷൻ ട്രാൻസ്ഫർ വരുത്തുന്നത് ഈ ഗിയർ സെറ്റാണ്. ഈ ഗിയർ സെറ്റുകളെ രണ്ടിനെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈനൽ ഡ്രൈവ് എന്ന് പറയുന്നത്. എന്താണ് ഫൈനൽ ഡ്രൈവ്? ഫൈനൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റിലെ എൻഡിലുള്ള പിനിയൻ ഗിയറും അതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന റിംഗ് ഗിയർ അല്ലെങ്കിൽ ക്രൗൺ വീലും കൂടെ കൂടിയിട്ടുള്ള സെറ്റപ്പിനെയാണ് നമ്മൾ ഫൈനൽ ഡ്രൈവ് എന്ന് വിളിക്കുന്നത് ഒരു ഓട്ടോമൊബൈൽ സിസ്റ്റത്തിൽ. ഓക്കെ, അപ്പം ഈ ഫൈനൽ ഡ്രൈവ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളെ ഡിഫറൻഷ്യൽ വരുന്നത്. അപ്പോൾ ഡിഫറൻഷ്യലിൻ്റെ ഒരു 3D ഡയമെൻഷൻ നോക്കുക. നമ്മൾ പറഞ്ഞു ഡിഫറൻഷ്യലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 2 ഫങ്ഷൻസ് ആണുള്ളത്. ഒരെണ്ണം 90 ഡിഗ്രിയിൽ പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ ആക്സിലിൻ്റെ റൊട്ടേഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. പ്രൊപ്പല്ലർ ഷാഫ്റ്റും ആക്സിലും റിയർ ആക്സിലും 90 ഡിഗ്രി മാറിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഡയറക്ഷനിലേക്ക് റൊട്ടേഷനെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറൻഷ്യലിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഡിഫറൻഷ്യലിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ ഒരു ടേൺ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു വളഞ്ഞ റോഡുണ്ടെന്ന് വിചാരിക്കുക. റോഡുള്ളപ്പം നമുക്കിപ്പോൾ വണ്ടി പോയിട്ട് റിയർ വീല് 2 ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി ഇത് വളവെടുത്ത് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റിലെ വീൽ ഇവിടെ എത്തുന്ന സമയത്ത് റൈറ്റിലെ വീലിന് ഇത്രയും ദൂരത്തേക്ക് എത്തേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ലെഫ്റ്റ് സൈഡിലെ വീലിന് ഇത്ര ദൂരം മാത്രമേ ട്രാവൽ ചെയ്യേണ്ടതുള്ളൂ, റൈറ്റ് സൈഡിലെ വീലിന് കുറേ ദൂരം ട്രാവൽ ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരേ സമയം കൊണ്ട് തന്നെ ലെഫ്റ്റ് വീല് കുറഞ്ഞ സ്പീഡിലും റൈറ്റ് വീല് കൂടിയ സ്പീഡിലും കറങ്ങിയെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യം പോസിബിൾ ആവുള്ളൂ. അപ്പോൾ നമുക്ക് വളവ് സെൻസ് ചെയ്തിട്ട് വളവിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഇന്നർ വീലിൻ്റെ സ്പീഡ് കുറയ്ക്കാനും ഔട്ടർ വീലിൻ്റെ സ്പീഡ് കൂട്ടാനും പറ്റണം. ഈ ഒരു കാര്യം വാഹനത്തിൽ സാധ്യമാക്കി തരുന്നത് നമ്മുടെ ഡിഫറൻഷ്യൽ യൂണിറ്റാണ്. ഡിഫറൻഷ്യൽ യൂണിറ്റിനകത്തുള്ള ഈ 4 ഗിയറുകൾ കൂടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന സാധനം ഇതെല്ലാം കൂടി ഒരു ബോക്സിനകത്തായിട്ട് നമ്മൾ റിയർ ആക്സിലിൻ്റെ മുകളിലായിട്ട് നമ്മൾ കാണും. ഓക്കെ, ഒരു കേസിനകത്തായിട്ട്. അപ്പം അതാണ് ഡിഫറൻഷ്യലിൻ്റെ പ്രധാനപ്പെട്ട 2 ഫങ്ഷൻസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡിഫറൻഷ്യലിലുള്ള ഗിയറുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ എൻഡിൽ പിനിയൻ ഗിയർ, നേരത്തെ പറഞ്ഞു പിനിയൻ ഗിയർ ഇത് വരുന്നത് ക്രൗൺ വീലാണ്. ഓക്കെ, ഈ മഞ്ഞ കളറിൽ കാണുന്നത് ക്രൗൺ വീലാണ്. ഈ പിനിയൻ ഗിയർ ക്രൗൺ വീൽ സെറ്റപ്പ് ഇത് രണ്ടും കൂടെ കൂടിയിട്ടാണ് നമ്മൾ നേരത്തെ ഫൈനൽ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഫൈനൽ ഡ്രൈവ് എന്ന് പറയുന്ന ഈ സെറ്റപ്പ് ഡിഫറൻഷ്യലിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം പിനിയൻ ഗിയർ കറങ്ങുന്നു. പിനിയൻ ഗിയർ ഒരു ബിവൽ ഗിയറാണ്, ക്രൗൺ വീലും ഒരു ബിവൽ ഗിയറാണ്. അപ്പോൾ പിനിയൻ ഗിയർ ക്രൗൺ വീലിനെ കറക്കുന്ന സമയത്തേക്ക് 90 ഡിഗ്രിയിലുള്ള പവർ ട്രാൻസ്മിഷൻ അവിടെ നടന്നു കഴിയും. ഡിഫറൻഷ്യലിൻ്റെ 1ാമത്തെ ഫംഗ്ഷൻ അവിടെ കഴിയും. ഇനി നമ്മൾ ഈ ക്രൗൺ വീൽ കറങ്ങുന്ന സമയത്ത്
ഇതിൻ്റെ ഒരു കേജ് ഉണ്ട്, റൊട്ടേറ്റിംഗ് കേജ്. ഈ ഒരു കേജ് എന്ന് പറയുന്ന സാധനം ഈ ക്രൗൺ വീലിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കിടക്കുകയാണ്. ക്രൗൺ വീൽ കറങ്ങുമ്പോൾ ഈ കേജും അതിൻ്റെ കൂട്ടത്തിൽ കറങ്ങും. ഈ കേജിൻ്റെ മുകളിൽ സ്മോൾ ഗിയർ അഥവാ ഇതിൻ്റെ പേരാണ് പ്ലാനറ്റ് ഗിയർ അല്ലെങ്കിൽ സ്റ്റാർ ഗിയർ എന്നൊക്കെ പറയും. സ്മോൾ ഗിയറിനെ പ്ലാനറ്റ് ഗിയർ, സ്റ്റാർ ഗിയർ എന്നൊക്കെ പറയും. അപ്പം ഈ പ്ലാനറ്റ് ഗിയർ അല്ലെങ്കിൽ സ്റ്റാർ ഗിയർ ഈ റൊട്ടേറ്റിംഗ് കേജിൻ്റെ കൂട്ടത്തിൽ കറങ്ങുന്നു. അപ്പോൾ ആ ഗിയറുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് 2 ഡ്യുവൽ ഗിയറുകൾ ഇപ്പുറത്തുണ്ട്. ഇത് ലാർജ് ഗിയർ എന്ന് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ സൈഡ് ഗിയർ അല്ലെങ്കിൽ സൺ ഗിയർ എന്നൊക്കെ പറയുന്നത്. സൈഡ് ഗിയർ അല്ലെങ്കിൽ സൺ ഗിയർ. അപ്പം എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ വണ്ടി സ്ട്രെയിറ്റ് പോകുന്ന സമയത്ത് പിനിയൻ ഗിയർ ക്രൗൺ വീലിനെ കറക്കുന്നു, ക്രൗൺ വീൽ ഈ കേജിനെ കറക്കുന്നു, കേജ് നമ്മുടെ പ്ലാനറ്റ് ഗിയർ അല്ലെങ്കിൽ സ്റ്റാർ ഗിയറിനെ കറക്കുന്നു, സ്റ്റാർ ഗിയർ നമ്മളെ സൺ ഗിയറിനെ കറക്കുന്നു. സൺ ഗിയർ എന്ത് ചെയ്യുന്നു? സൺ ഗിയർ 2 ആക്സിലേക്ക് കണക്റ്റഡ് ആണ്. രണ്ട് സൺ ഗിയറുകൾ തമ്മിൽ 2 ആക്സിലേക്ക് കണക്റ്റഡ് ആണ്. ശ്രദ്ധിക്കണം, 2 ആക്സിൽ തമ്മിൽ ജോയിൻ്റ് ഇല്ല. തമ്മിൽ ജോയിൻ്റ് ഉണ്ടാവാൻ പാടില്ല. കാരണം 2 ആക്സിലും 2 സ്പീഡിൽ കറങ്ങിക്കിന് മാത്രമേ വളവെടുക്കുമ്പോൾ സ്മൂത്തായിട്ട് ഡ്രാഗ് ഇല്ലാതെ നിരങ്ങി പോവാതെ വണ്ടി വളച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ 2 സൺ ഗിയറിൻ്റെ മുകളിൽ, അതുകൊണ്ടാണ് നമ്മൾ സൺ ഗിയറിനെ സൈഡ് ഗിയർ എന്നും പറയുന്നത്. 2 സൈഡ് ഗിയറിൻ്റെ മുകളിൽ നിന്നാണ് 2 റിയർ ആക്സിലുകൾ പോകുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ചിത്രം അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വളവെടുക്കുന്ന എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇടത്തോട്ട് വളവെടുക്കുന്ന സമയത്ത് ഇതാണ് ലെഫ്റ്റ് വീലെങ്കിൽ ഇവിടെ ഒരു പിടുത്തം അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സ് ലോഡ് ആ ഇന്നർ വീലിലേക്ക് വരികയും അവിടെ ഒരു പിടുത്തം ഉണ്ടാവുകയും ചെയ്യും. അല്ലെങ്കിൽ പിടുത്തം എന്ന് പറഞ്ഞാൽ ആ റൊട്ടേഷൻ ഓപ്പോസിറ്റായിട്ട് ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യും. അത് സെൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ ആക്സിലിൻ്റെ മുകളിൽ ഒരു പിടുത്തം വരികയും ആ പിടുത്തം കാരണം അത് അപ്പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്റ്റാർ ഗിയർ അതിൻ്റെ സ്വന്തം ആക്സിസിൽ കറങ്ങാൻ തുടങ്ങും. അതായത് വണ്ടി സ്ട്രെയിറ്റ് പോകുന്ന സമയത്ത് സ്റ്റാർ ഗിയർ ഇതിനെ സണ്ണിനെ പ്രദക്ഷിണം ചെയ്യുന്നു എന്നല്ലാതെ, സണ്ണിൻ്റെ ചുറ്റും കറങ്ങുന്നു എന്നല്ലാതെ അത് സ്വന്തം കറങ്ങുന്നില്ലായിരുന്നു. പക്ഷെ വളവ് തിരിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ഒന്നിൻ്റെ സ്പീഡ് കുറയുന്നു. അതായത് ഒരു ലെഫ്റ്റ് ഇന്നർ വീൽ എവിടെയാണോ ആ ആക്സിലിൻ്റെ ഒരു സ്പീഡ് കുറയുന്ന സമയത്ത് ഈ സ്റ്റാർ ഗിയർ അതിൻ്റെ സ്വന്തം ആക്സിലിൽ സ്പിൻ ചെയ്യാൻ തുടങ്ങുന്നു. സ്പിൻ ചെയ്യുമ്പം ഇവിടെയുള്ള കുറവ് എത്രയാണോ അത് ആ ഡിഫറൻസ് അപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് ഈ ഒരു ഡയറക്ഷനിൽ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്പുറത്ത് അത് കറങ്ങുന്ന ഡയറക്ഷൻ്റെ കൂടെ ഇതിൻ്റെ റൊട്ടേഷൻ കൂടി വരുമ്പോൾ അവിടെ അതും കൂടെ ആഡ് ചെയ്തിട്ട് സ്പീഡ് കൂടുന്നു റൈറ്റ് സൈഡിലുള്ള ആക്സിലേക്ക്. അങ്ങനെ ഒരു സൈഡിൽ എത്രയാണോ കുറയുന്നത് അത് അപ്പുറത്തേക്ക് ആ ഡിഫറൻസ് അപ്പുറത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ആ റൊട്ടേഷൻ ബാലൻസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ഡിഫറൻഷ്യൽ എന്ന പേര് തന്നെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറൻഷ്യലിൻ്റെ വർക്കിംഗ്. അപ്പോൾ വർക്കിംഗ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ വേണ്ടത് ഇതിൻ്റെ ചിത്രം വരച്ച് പഠിക്കുക, ഇതിൻ്റെ പാർട്സുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വരയ്ക്കേണ്ടുന്ന ചിത്രം ഈ 3D ഫിഗർ വരയ്ക്കുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ ചിത്രമാണ് വരയ്ക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് നോക്കാം. ഇത് പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ എൻഡാണ്. ഇതാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ എൻഡ്. ഇത് പിനിയൻ ഗിയറാണ്. പിനിയൻ ഗിയർ P കാണാം, ക്രൗൺ വീൽ C കാണാം. അപ്പോൾ പിനിയൻ ഗിയറിൽ നിന്ന് ക്രൗൺ വീലിലേക്ക് വരുന്നു. ഇതാണ് നമ്മുടെ കേജ് നമ്മളൊരു ജസ്റ്റ് ഒരു റോഡ് പോലെ വരച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ മേലേന്ന് ഈ ഒരു ഗിയറും ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാർ ഗിയർ. പിന്നെ സ്റ്റാർ ഗിയറിനോട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്തുണ്ട്, ഇവിടെ സൺ ഗിയർ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ബിവൽ ഗിയർ ആണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ബിവൽ ഷേപ്പിൽ വേണം ഇതിനൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. 2 സ്റ്റാർ ഗിയർ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ 2 സൺ ഗിയർ ഇതിനോട് ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, നല്ല രീതിയിൽ വരയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുത്താൽ ഇത് 2 ആക്സിലായി മാറി. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് വരയ്ക്കണം. പവർ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് വരാനുള്ളതാണെന്നുള്ള ഓർമ്മ വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ 2 റിയർ ആക്സിലും വരച്ച് കഴിഞ്ഞാൽ എന്തായി മാറി, ഡിഫറൻഷ്യലായി മാറി. കാര്യം മനസ്സിലാക്കുക, ചിത്രം വരയ്ക്കാൻ പഠിക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്കുള്ളത് ഫ്രണ്ട് ആക്സിൽ റിയർ ആക്സിലിനെ പറ്റി പഠിക്കാനാണ്. ആദ്യം തന്നെ റിയർ ആക്സിലിനകത്ത് 3 പ്രധാനപ്പെട്ട ടൈപ്പുകളാണ് പഠിക്കാനുള്ളത്. 1 സെമി ഫ്ലോട്ടിംഗ് ആക്സിലാണ്, 2 3/4 ഫ്ലോട്ടിംഗ് ആക്സിലാണ്, 3 ഫുള്ളി ഫ്ലോട്ടിംഗ് ആക്സിലാണ്. ഇപ്പോൾ ചിത്രം ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ചിത്രമാണ്, ഇത് നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ സെമി ഫ്ലോട്ടിംഗ് ആക്സിലിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആക്സിൽ, ഇതാണ് നമ്മുടെ വീൽ ഹബ്ബ് എന്ന് പറഞ്ഞാൽ.
ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആക്സിലിൻ്റെ മുകളിൽ നിന്ന് ഒരു ബിയറിങ് വഴി ആക്സിലിൻ്റെ ഹൗസിങ്ങിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ സെമി ഫ്ലോട്ടിംഗ് ആക്സിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ഇപ്പോൾ ഈ വാഹനത്തിൽ വണ്ടിയുടെ മൊത്തം ഭാരം നമ്മുടെ ആക്സിലിൻ്റെ മുകളിലാണ് ഉണ്ടാവുക. വണ്ടിയുടെ ഡ്രൈവിംഗ് ടോർക്ക് ആക്സിലിൻ്റെ മുകളിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ബെൻഡിങ് മൂവ്മെൻറ്റ്, സൈഡ് ത്രസ്റ്റ് പോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആക്സിലിൻ്റെ മുകളിൽ തന്നെ അനുഭവപ്പെടും. അപ്പം ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആക്സിലാണ് നമ്മുടെ സെമി ഫ്ലോട്ടിംഗ് ആക്സിൽ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ലോഡുകൾ, ഫോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, 1 വാഹനത്തിൻ്റെ വെയിറ്റാണ്, 2 അതിൻ്റെ ഡ്രൈവിംഗ് ടോർക്കാണ്, 3 ബെൻഡിങ് മൊമെൻ്റ് ഉണ്ട്, 4 സൈഡ് ത്രസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒരു ആക്സിലിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളാണ്. അപ്പോൾ ഇതിൽ എല്ലാ സാധനങ്ങളും നമുക്ക് എവിടേക്ക് ആക്ട് ചെയ്യുന്നു, നമ്മുടെ ആക്സിലിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന രീതിയിൽ ഉള്ളതാണ് സെമി ഫ്ലോട്ടിംഗ് ആക്സിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെമി ഫ്ലോട്ടിംഗ് ആക്സിൽ ഇത്രയും ലോഡുകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ലൈറ്റ് വെഹിക്കിൾസ് അഥവാ നമ്മളെ കാറുകളിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്, സെമി ഫ്ലോട്ടിംഗ് ആക്സിൽ. ഇനി നേരെ തിരിച്ച് ഫുള്ളി ഫ്ലോട്ടിംഗ് ആക്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം, ഇതാണ് ആക്സിൽ. അപ്പം ആക്സിലിൻ്റെ മുകളിൽ വീൽ ഹബിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വീൽ ഹബും ഈ ആക്സിൽ കേസിങ്ങും തമ്മിലാണ് കണക്ഷൻ ഉള്ളത്. പിന്നെ ആക്സിലിൻ്റെ ഹൗസിങ് ഇവിടെ ഈ ആക്സിലിൻ്റെ കേസുമായിട്ട് കണക്റ്റഡ് ആണ്, ടാപ്പർ റോളർ ബിയറിങ് വെച്ചിട്ട്. ഓക്കെ, ടാപ്പർ റോളർ ബിയറിംഗ് ആണ് ഇവിടെ വയ്ക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ടാപ്പർ റോളർ ബിയറിംഗ് ആയതുകൊണ്ട് തന്നെ സൈഡ് ത്രസ്റ്റൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റും, ഈ ടാപ്പർ റോളർ ബിയറിങ്ങിന് പറ്റും. അപ്പോൾ അത് നമ്മുടെ ആക്സിലേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ആക്സിലിൻ്റെ ഹൗസിങ്ങും വീലിൻ്റെ ഹബ്ബുമായിട്ടാണ് കണക്റ്റഡ് ഉള്ളതുകൊണ്ട് തന്നെ ആക്സിലിനകത്തേക്ക് വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നില്ല, അത് നമ്മൾ ഇതുവഴി ട്രാൻസ്ഫർ ചെയ്ത് പോകും. ഓക്കെ, അപ്പം ഇവിടെ ആക്സിലിന് ആകപ്പാടെ ചെയ്യേണ്ടത് നമ്മുടെ ഡ്രൈവിംഗ് ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഡിഫറൻഷ്യലിൽ നിന്ന് വരുന്ന ഡ്രൈവിംഗ് ടോർക്കിനെ വീലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ മാത്രമേ ആക്സിലിന് ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഹെവി വെഹിക്കിൾസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹെവി വെഹിക്കിൾസിനകത്ത് വെയിറ്റൊക്കെ ആക്സിൽ താങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ആക്സിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഫുള്ളി ഫ്ലോട്ടിംഗ് ആക്സിലുകളാണ് ഹെവി വെഹിക്കിൾസിനകത്ത് നിന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ മീഡിയം വെഹിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് 3/4 ഫ്ലോട്ടിംഗ് ആക്സിൽ. ഇത് നമ്മൾ ആദ്യം പഠിച്ച 2 എണ്ണം അഥവാ സെമി ഫ്ലോട്ടിംഗ് ആക്സിലിൻ്റെയും ഫുള്ളി ഫ്ലോട്ടിംഗ് ആക്സിലിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടാപ്പർ റോളർ ബിയറിംഗ് അല്ല ഉള്ളത്, പക്ഷേ എന്ത് ചെയ്യുന്നു, ബിയറിങ് ഇതിൻ്റെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ആക്സിലിൻ്റെ മുകളിലേക്കല്ല, വീൽ ഹബുമായിട്ടാണ് ആക്സിൽ ഹൗസിങ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വണ്ടീൻ്റെ വെയിറ്റ് ആക്സിലേക്ക് വരുന്നില്ല, പക്ഷേ സൈഡ് ത്രസ്റ്റും ഡ്രൈവിംഗ് ടോർക്കും ഒക്കെ നമ്മുടെ ആക്സിലേക്ക് വരും. അപ്പോൾ ഒരു മീഡിയം ലെവലിലുള്ള വെയിറ്റുള്ള വാഹനങ്ങളൊക്കെ അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഈ 3/4 ഫ്ലോട്ടിംഗ് ആക്സിലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചെറിയ വ്യത്യാസം മാത്രമേ ഇതൊക്കെ തമ്മിലുള്ളൂ. അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ചിത്രം വരയ്ക്കാനും മനസ്സിലാക്കി വെക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഭാഗമാണ്. ഓക്കെ, ഈ ചിത്രം കണ്ടാൽ നമുക്കറിയാം, ഇതാണ് നമ്മുടെ 3/4 ഫ്ലോട്ടിംഗ് ആക്സിൽ. കണ്ടില്ലേ, ഈ ആക്സിലിൻ്റെ മുകളിലേക്ക് മൊത്തം ലോഡും ആക്സിലിൻ്റെ മുകളിൽ തന്നെയാണ് ഉണ്ടാവുക. ഇനി ഇതാണ് ഫുള്ളി ഫ്ലോട്ടിംഗ് ആക്സിൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ലോഡ് മൊത്തം എങ്ങോട്ടേക്ക് പോകും, അതിൻ്റെ കേസിങ്ങിലേക്ക് പോകും. ഇനിയുള്ളത് സ്റ്റെപ്പ് ആക്സിലാണ്. ഓക്കെ, സ്റ്റെപ്പ് ആക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ആക്സിലിൻ്റെ പുറത്തേക്ക്, ഫ്രണ്ട് ആക്സിലിൻ്റെ അപ്പുറത്ത് വീലിനെ കണക്ട് ചെയ്യുന്ന ആക്സിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് ആക്സിൽ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെപ്പ് ആക്സിലിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രണ്ട് വീലിനെ കണക്ട് ചെയ്യുന്നത്. അപ്പം എന്തിനാണ് സ്റ്റെപ്പ് ആക്സിൽ എന്ന് പറയുന്നൊരു സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സ്റ്റെപ്പ് ആക്സിൽ ഫ്രണ്ട് ആക്സിലുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു കിങ് പിൻ വഴിയാണ്. അതായത് ഫ്രണ്ട് ആക്സിലേക്കാണ് നമ്മളെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോളിങ് വരുന്നത്. അതായത് ഫ്രണ്ട് ആക്സിലിന് എന്ത് ചെയ്യണം, ഫ്രണ്ട് ആക്സിലിൻ്റെ അറ്റത്ത് വീലിന് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ടിൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ആക്സിൽ കഴിഞ്ഞിട്ട് വേറൊരു ആക്സിലും കൂടെ ഒരു കിങ് പിൻ വഴി സെറ്റ് ചെയ്യും. കിങ് പിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീലിന് കിങ് പിന്ന് അബൌട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യാൻ പറ്റും. അപ്പം
സ്റ്റെപ്പ് ആക്സിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഫ്രണ്ട് ആക്സിലിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഫ്രണ്ട് വീലിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുടുക്കിയിടാൻ വേണ്ടിയിട്ട് വെക്കുന്ന സാധനമാണ്. സ്റ്റെപ്പ് ആക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യുമ്പോഴാണ് വീല് ടിൽറ്റ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് വണ്ടീൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ സ്റ്റെപ്പ് ആക്സിലാണ് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ആക്സിലിൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്റുകളുണ്ട്. 4 അറേഞ്ച്മെൻറ്റുകളുണ്ട്. എലിയോട്ട് ടൈപ്പ്, റിവേഴ്സ് എലിയോട്ട് ടൈപ്പ്, ലാമോയിൻ ടൈപ്പ്, റിവേഴ്സ്ഡ് ലാമോയിൻ ടൈപ്പ്. അപ്പോൾ നമ്മൾ നോക്കാം, എലിയോട്ട് ടൈപ്പ് സ്റ്റെപ്പ് ആക്സിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ സ്റ്റെപ്പ് ആക്സിൽ ഉള്ളിലായിട്ടും നമ്മളെ ഫ്രണ്ട് ആക്സിൽ പുറത്തു കൂടിയും കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ രീതിയിൽ ഈ നടുവിലായിട്ട് എന്തുണ്ടാവും, നടുവിലായിട്ട് നമുക്ക് കിങ് പിൻ ഉണ്ട്. ഓക്കെ, ഈ കിങ് പിന്നിൻ്റെ വെച്ചിട്ട് നമ്മൾ റൈറ്റിൽ കാണുന്നത് ഫ്രണ്ട് ആക്സിലാണ്, ലെഫ്റ്റിൽ കാണുന്നത് സ്റ്റെപ്പ് ആക്സിലാണ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെയാണ് നമ്മൾ വീല് ഫിറ്റ് ചെയ്യുന്നത്. വണ്ടിയുടെ വീല് ഫിറ്റ് ചെയ്യാൻ നമ്മൾ സ്റ്റെപ്പ് ആക്സിലിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് ആക്സിലിന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ടിൽറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്, അതായത് ഫ്രണ്ട് ആക്സിലിൻ്റെ ഉള്ളിലായിട്ടാണ് സ്റ്റെപ്പ് ആക്സിൽ കിടക്കുന്നതെങ്കിൽ അതാണ് എലിയോട്ട് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എലിയോട്ട് ടൈപ്പ് സ്റ്റെപ്പ് ആക്സിൽ. ഇനി അടുത്തത് റിവേഴ്സ്ഡ് എലിയോട്ട് ടൈപ്പ് ഉണ്ട്. റിവേഴ്സ്ഡ് എലിയോട്ട് ടൈപ്പിൽ വരുന്നത് നോക്കുക നിങ്ങൾ. ഇതിൽ നമ്മുടെ സ്റ്റെപ്പ് ആക്സിൽ പുറത്തു കൂടെ കണക്ട് ചെയ്യുന്നു, ഫ്രണ്ട് ആക്സിൽ ഉള്ളിൽ കൂടെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, സ്റ്റെപ്പ് ആക്സിൽ പുറത്തും ഫ്രണ്ട് ആക്സിൽ ഉള്ളിലുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എലിയോട്ടിൻ്റെ റിവേഴ്സ്ഡ് ടൈപ്പ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സ്ഡ് എലിയോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ലാമോയിൻ ടൈപ്പാണ്. ഇതിൽ ഉള്ളിൽ പുറത്തുമായിട്ടല്ല, ഒരെണ്ണം താഴെ ഒരെണ്ണം മുകളിലുമായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ലാമോയിൻ ടൈപ്പിൽ സ്റ്റെപ്പ് ആക്സിൽ താഴെയായിട്ട് വരുന്നു, നമ്മളെ ഫ്രണ്ട് ആക്സിൽ മുകളിലായിട്ട് വരുന്നു, നടുവിൽ ആരുണ്ടാവും, കിങ് പിൻ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ അറേഞ്ച്മെൻ്റ് ആണ് ലാമോയിൻ ടൈപ്പ് സ്റ്റെപ്പ് ആക്സിൽ എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ച് ഇത് നേരെ തലകുത്തനെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ആക്സിൽ മുകളിലും ഫ്രണ്ട് ആക്സിൽ താഴെയായിട്ട് നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിവേഴ്സ്ഡ് ലാമോയിൻ എന്ന് പറയും. വളരെ സിമ്പിളാണ്, ചെറിയ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പഠിക്കണം എന്നില്ല. ഈ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്നും ഇതിൻ്റെ ചിത്രങ്ങൾ എങ്ങനെയാണെന്നൊന്ന് വരച്ച് പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതുപോലെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ പോർഷൻസ് കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു.